ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ ഒരു കണ്ടിന്യൂവേഷനും അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു സർക്യൂട്ടിലേക്ക് കിടക്കുകയാണ്, ക്ലാമ്പർ സർക്യൂട്ട്. അപ്പോൾ എന്താണ് ക്ലിപ്പർ സർക്യൂട്ട്? നമ്മൾ കോമ്പിനേഷണൽ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്, നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ എന്തായിരുന്നു? പോസിറ്റീവിനെ ക്ലിപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ നെഗറ്റീവിനെ ക്ലിപ്പ് ചെയ്യുന്നു. അതായിരുന്നു എന്ത്? നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ. എന്നാൽ കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൻ്റെ കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്ത് കളയുന്നു, അതേപോലെ തന്നെ നെഗറ്റീവിൻ്റെ കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്ത് കളയുന്നു. ഇതാണ് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, അതിൻ്റെ പോസിറ്റീവിലും ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, നെഗറ്റീവിലും ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലുള്ള ഡയോഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ഡയോഡ് കോമ്പിനേഷനും അതേപോലെ നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ഡയോഡ് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബയാസ്ഡ് ആണ്. നമ്മൾ എക്സ്ട്രാ DC പവർ സപ്ലൈ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ വി റെഫറൻസ് 1, ഇത് റെഫറൻസ് 2 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ രണ്ട് മാർക്ക് ചെയ്തു. വി റെഫറൻസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് മാർക്ക് ചെയ്തു. വി റെഫറൻസ് 2 നെഗറ്റീവ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് എടുക്കാം. 0 തൊട്ട് T1 വരെ ആരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? അതായത് റെഫറൻസ് 1ഉം വിന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, റെഫറൻസ് 1ഉം വിന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കൂടുതൽ? റെഫറൻസ് 1 ആണ് കൂടുതൽ. റെഫറൻസ് 2ഉം വിന്നും കൂടെ കമ്പയർ ചെയ്യുമ്പം ആരാണ് കൂടുതൽ? വിൻ തന്നെയാണ് കൂടുതൽ. അപ്പം ഫസ്റ്റ് കേസിൽ ഇത്രയും മാത്രം, ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്താ സംഭവിച്ചേ? അതായത് റെഫറൻസ് 1 ഹയർ ആണ്, റെഫറൻസ് 1 കൂടുതലാണ്. ദറ്റ് ഈസ് N2 ഹയർ ആൻഡ് P2 ലോവർ. അപ്പം എന്താണ്? ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പം D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന് വലിയ റോളില്ല, റെഫറൻസ് 1ന് വലിയ റോളില്ല. ഇവിടെയോ D2ലോ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? D2 എന്ന് പറയുന്നത് എന്താ സംഭവിച്ചേക്കുന്നത്? അതായത് P2 റെഫറൻസ് 2 ആണ്. അതെന്താണെന്ന് പറഞ്ഞത്? ലോവർ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം ഇത് ലോവറും ഇവിടെ ഹയറുമാണ്. അതായത് P2 ലോവർ ആൻഡ് N2 ഹയർ. ഓക്കെ, അപ്പം എന്താ സംഭവിച്ചേക്കുന്നത്? ഇതും റിവേഴ്സ് ബയാസ്ഡായി. അപ്പോൾ D1ഉം റിവേഴ്സ് ബയാസ്ഡായി, D2ഉം റിവേഴ്സ് ബയാസ്ഡായി. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്? ഇൻപുട്ട് എന്താണ് അത് തന്നെ ഇവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇൻപുട്ടിലെ ഈ ഒരു പോർഷൻ, അതായത് ആ AC വേവിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ കിട്ടി. ഓക്കെ, ദെൻ T1 തൊട്ട് T2 വരെ, T1 തൊട്ട് T2 വരെ എന്താ പറ്റിയത്? Vin ഈസ് ഹയർ ദാൻ വി റെഫറൻസ്, Vin ഈസ് ഹയർ ദാൻ മൈനസ് വി റെഫറൻസ്. മൈനസ് വി റെഫറൻസിനേക്കാളും ഹയർ ആണ് വീൻ എന്ന് പറയുന്നത്. അപ്പം എന്താ ചെയ്യുന്നത്? അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ D1 എന്തായി മാറി? ഫോർവേഡ് ബയാസ്ഡ് ആയി മാറി. ദാറ്റ് ഈസ് P2 ഹൈ N2 ലോ. ഓക്കെ, P2 ഹൈ വോൾട്ടേജ്, N2 ലോ വോൾട്ടേജ്. ഇത് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായി. ഇപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായി. ഇത് എന്ത് ബയാസ്ഡ് ആണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ്. കാരണം ഇപ്പോഴും വി റെഫറൻസ് 2 എന്ത് തന്നെയാണ്? ലോവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ മാത്രം ഷോർട്ട് സർക്യൂട്ടായി. അപ്പം ഈ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഉടനെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ഷോർട്ട് സർക്യൂട്ടായി. അതായത് ഈ ഔട്ട്പുട്ടിന് അക്രോസ് എത്ര വോൾട്ടേജ് ആണ് വരുന്നത്? വി റെഫറൻസ് 1 എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് വരുന്നത്. അപ്പോൾ ആ റെഫറൻസ് 1 എന്ന് പറഞ്ഞ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC വോൾട്ടേജ് T1 തൊട്ട് T2 വരെ വരും. ഇനി T2 തൊട്ട് T3 വരെ എന്താ പ്രത്യേകത? T2 തൊട്ട് T3 വരെ എന്താണ് പ്രത്യേകത? ആരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? അതായത് Vin എന്ന് പറയുന്നത് വി റെഫറൻസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ Vin, അതേപോലെ തന്നെ വി റെഫറൻസ് 2 ഈസ് ലോവർ ദാൻ Vin. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇതായി. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? D1 ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അതേപോലെ തന്നെ D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ D1നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ആക്കാം, അതുപോലെ തന്നെ D2നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് ആക്കാം. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി മാറും? സോറി, പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. D1 എന്തായി മാറി? റിവേഴ്സ് ബയാസ്ഡ് ആയി. D2 എന്തായി? റിവേഴ്സ് ബയാസ്ഡ് ആയി. അപ്പോൾ D1നെ D2നെ ഓപ്പൺ സർക്യൂട്ട് ആക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ റെഫറൻസ് 1നോ റെഫറൻസ് 2നോ വലിയ റോളൊന്നുമില്ല. ഔട്ട്പുട്ടിൽ എന്ത് തന്നെ കിട്ടും? ഇൻപുട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഇൻപുട്ടിലെ ഈ ഒരു വേരിയേഷൻ അതേപോലെ കിട്ടി. ഇനി T3 തൊട്ട് T4 വരെ എന്താണ് പ്രത്യേകത? T3 തൊട്ട് T4 വരെ ആരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? T3 തൊട്ട് T4 വരെ ഈ വി റെഫറൻസ് 2 എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ Vin. വി റെഫറൻസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ Vin. അപ്പം എന്താ? D2 ഫോർവേഡ് ബയാസ്ഡ് ആയി മാറി. D2 ഫോർവേഡ് ബയാസ്ഡ് ആയി മാറിയെങ്കിൽ എന്താ സംഭവിച്ചേക്കുന്നത്?
ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി റെഫറൻസ് ടു ആയിരിക്കും ഇത്ര നേരം വരുന്നത്. ഓക്കെ, ദെൻ T4 തൊട്ട് T5 വരെ ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് വെച്ചാൽ. ആകെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അതായത് P2 ഹയർ പൊട്ടൻഷ്യൽ N2 ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ്, P2 ലോവർ പൊട്ടൻഷ്യൽ N2 ഹയർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റി, റിവേഴ്സ് ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റി. ഓപ്പൺ സർക്യൂട്ട് ആകുന്ന മൊമെൻറ്റ്സിൽ ഈ റെഫറൻസ് 1നോ റെഫറൻസ് 2നോ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പം ഔട്ട്പുട്ടിൽ എന്ത് തന്നെ വരും, വി റെഫറൻസ് 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വരും, അല്ലെങ്കിൽ വി റെഫറൻസ് 2 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വരും. ഒരിക്കലും ഇത് രണ്ടും കൂടെ ഷോർട്ട് സർക്യൂട്ട് ആവത്തില്ല. കാരണം ഒരിക്കലും D1ഉം D2ഉം ഒരുമിച്ച് ഫോർവേഡ് ബയാസ്ഡ് ആവത്തില്ല. അത് നമുക്ക് മനസ്സിലാകും. കാരണം ഡയോഡ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഒരുമിച്ച് ഫോർവേഡ് ബയാസ്ഡ് ആകത്തില്ല, പക്ഷേ ഒരുമിച്ച് റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും റോളില്ല, പക്ഷേ ഇൻപുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അതായത് ഈ രണ്ട് പോയിന്റ്സിന് അക്രോസ് എന്ത് വരും, വീൻ എന്ന് പറഞ്ഞ ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാമ്പർ സർക്യൂട്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കണ്ട സിഗ്നൽസ് എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ മുമ്പ് കണ്ട ഈ ഒരു സിഗ്നൽ, ഈ ഒരു ഇൻപുട്ട് സിഗ്നൽ, ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ പ്രത്യേകത എന്താണ്, പോസിറ്റീവ് മുകളിലേക്കും അതേപോലെ നെഗറ്റീവ് ഈക്വലായിട്ടാണ്. ഇവിടുന്ന് 5 വോൾട്ട് മുകളിലേക്കാണെങ്കിൽ ഇവിടുന്ന് 5 വോൾട്ട് താഴേക്ക്. ദാറ്റ് മീൻസ് ഇതിൻ്റെ DC ലെവൽ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ DC ലെവലിനെ നമുക്ക് ഒരു 1 വോൾട്ടോ 2 വോൾട്ടോ ഉയർത്താനും താഴ്ത്താനും ഒക്കെ നമുക്ക് പറ്റുന്ന സർക്യൂട്ട്സ് ആണ് ഈ ക്ലാമ്പർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഒരു സിഗ്നലിലേക്ക് DC വോൾട്ടേജ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റേഴ്സിൻ്റെ ചാർജിങ്ങും അതേപോലെ തന്നെ ഡിസ്ചാർജിങ്ങും വെച്ചിട്ടാണ് നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യും, പക്ഷേ പയ്യെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ചാർജിങ് ടൈം വളരെ കുറവാണ്, എന്നാൽ ഡിസ്ചാർജിങ് ടൈം വളരെ കൂടുതലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. 3 തരത്തിലുള്ള ക്ലാമ്പർ സർക്യൂട്ട്സ് ആണുള്ളത്. പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്, നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്, അതേപോലെ തന്നെ ബയാസ്ഡ് ക്ലാമ്പർ സർക്യൂട്ട്. ദ ഫസ്റ്റ് വൺ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. എങ്ങനെയാണ് ഈ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു നെഗറ്റീവ്, ഇപ്പം നമ്മൾ ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ അകത്ത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്ന് വിചാരിക്കുക. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ എന്ത് പറ്റും, ഈ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ്, P2 നെഗറ്റീവ് N2 പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. എന്നാൽ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഈ വീനിൻ്റെ ഈ പോയിന്റ് എന്തായി മാറി, മൈനസ്, ഈ വീനിൻ്റെ ഈ പോയിന്റ് എന്തായി മാറി, പ്ലസ് ആയി മാറി. ദാറ്റ് ഈസ് P2 പോസിറ്റീവ് N2 നെഗറ്റീവ്. അപ്പോൾ എന്തോ പറ്റും, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിനുള്ളിൽ ഒരു ചാർജ് കയറും അല്ലേ. ഈ കപ്പാസിറ്ററിനുള്ളിൽ എത്ര ചാർജ് കയറും, അതായത് ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും ചാർജ് എവിടെ കയറും, ഈ കപ്പാസിറ്ററിലേക്ക് കയറും. ഇവിടെ എത്ര ഇൻപുട്ടാണുള്ളത്, VM അല്ല അതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ VM എന്ന് പറഞ്ഞാൽ ആ മാക്സിമം വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യുന്നു, ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ഈ കപ്പാസിറ്റർ VM വഴി ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് പറ്റി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്തായി മാറി, റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് മാറി. അപ്പോൾ ഈ കപ്പാസിറ്ററിന് ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്തായി മാറി, ഒരു VM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജിൻ്റെ സോഴ്സ് ആയിട്ട് മാറി. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി മാറിയത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ഔട്ട്പുട്ട് ഈക്വൽ ടു ഇവിടെ ഒരു VM ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു VM ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, VM സൈൻ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ VM പ്ലസ് VM സൈൻ ഒമേഗ ടി നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. അതായത് വാട്ട് ഈസ് ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റും, മൈനസ് പ്ലസ്, പ്ലസ് VM സൈൻ ഒമേഗ ടി പ്ലസ് VM മൈനസ് V0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് V0 ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിലെ ചാർജ് പ്ലസ് ഇതിലെ ചാർജ്. ഇതിലെ ചാർജ് എത്ര ഉണ്ട്, VM. ഇതിലെ ചാർജ് എത്ര ഉണ്ട്, VM സൈൻ ഒമേഗ ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0 ആകുമ്പോഴത്തേക്ക് V എന്തായി മാറും, VM സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ VM സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ആ പോയിന്റിൽ എന്താണ്, 0 അല്ലേ, V 0 അല്ലേ. അപ്പോൾ 0 പ്ലസ് VM. അപ്പോൾ എത്ര കിട്ടി, ആ പോയിന്റിൽ VM എന്ന് കിട്ടി ഔട്ട്പുട്ട്.
ഇനി ടി ഈസ് ഈക്വൽ ടു T1 ആണെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിന്റിൽ വീനിൻ്റെ വാല്യൂ എന്താണ്? VM ആണ്. അപ്പോൾ VM പ്ലസ് VM ദാറ്റ് ഈസ് 2VM. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് എത്ര കിട്ടി? 2VM എന്ന് കിട്ടി. ഇനി T2 എന്ന് പറഞ്ഞ പോയിന്റിൽ വീൻ എത്രയാണ്? 0 ആണ്. അപ്പം വീൻ എന്താണ്? 0 പ്ലസ് VM. കപ്പാസിറ്ററിലെ ചാർജ് എത്ര തന്നെയാണ്? VM തന്നെയല്ലേ? അപ്പോൾ 0 പ്ലസ് VM. അപ്പോൾ എന്ത് കിട്ടി? 0 പ്ലസ് VM ഈസ് ഈക്വൽ ടു VM എന്ന് കിട്ടി. ഇനി T ഈസ് ഈക്വൽ ടു T3യുടെ സമയത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് -VM ആണ്. അപ്പോൾ -VM പ്ലസ് VM ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? നിങ്ങൾ ഔട്ട്പുട്ട് ഇപ്പം നോക്കിക്കേ. VM 2VM പ്ലസ് VM 0 VM 2VM ഇങ്ങനെ വന്നു. അതായത് ഈ ഇൻപുട്ട് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വന്നു. എത്ര വോൾട്ടേജ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വന്നു? VM വോൾട്ടേജ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വന്നു. അതായത് ഇൻപുട്ടിൻ്റെ DC ലെവൽ 0 ആണ്, എന്നാൽ ഔട്ട്പുട്ടിൻ്റെ DC ലെവൽ എന്തായി മാറി? VM ആയിട്ട് മാറി. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് ഇല്ല. മൊത്തം എന്ത് ചെയ്തു? ഈ സിഗ്നൽ മൊത്തം ഒരു അപ്പർ പോർഷനിലേക്ക്, ഒരു പോസിറ്റീവിലേക്ക് ക്ലാമ്പ് ചെയ്ത് വന്നു. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയാസ്ഡ് ആകുന്നത്? P2 പോസിറ്റീവ് N2 നെഗറ്റീവ്. അപ്പോൾ ഏത് ഹാഫ് സൈക്കിളാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെട്ടു. എത്ര വരെ ചാർജ് ചെയ്യപ്പെട്ടു? VM വരെ ചാർജ് ചെയ്യപ്പെട്ടു. ഓക്കെ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയി. അപ്പോൾ ഈ കപ്പാസിറ്ററിലെ ചാർജ് എത്ര ആയിട്ട് തന്നെ നിന്നു? VM ആയിട്ട് തന്നെ നിന്നു. അപ്പം ഇവിടുത്തെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, അതായത് മൈനസ് പ്ലസ് വീൻ, അതായത് VM സൈൻ ഒമേഗ ടി. അപ്പോൾ പ്ലസ് VM സൈൻ ഒമേഗ ടി മൈനസ് VM മൈനസ് V0 ഈക്വൽ ടു 0. അപ്പം V0 ഈസ് ഈക്വൽ ടു എന്താണ്? V0 ഈസ് ഈക്വൽ ടു വീൻ മൈനസ് VM എന്ന് വരും ഇവിടെ. അതായത് നേരത്തെ ഇക്വേഷനും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾ ഓർക്കുക. അതായത് ഇവിടെ കപ്പാസിറ്റർ എപ്പോഴാണ് ചാർജ് ചെയ്തത്? ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ മൈനസ് പ്ലസ് ഇവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തപ്പോഴാണ്, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? മൈനസ് പ്ലസ് വീൻ പ്ലസ് VM മൈനസ് V0 ഈക്വൽ ടു 0 എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. എന്നാൽ ഈ കേസിൽ എന്താണ്? വീൻ മൈനസ് VM എന്നായിരിക്കും വരുന്നത്. അതായത് VM സൈൻ ഒമേഗ ടി മൈനസ് VM എന്ന് വരും. അപ്പം നിങ്ങളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T0 ആയിരിക്കുമ്പോൾ ഉടനെ എന്താ സംഭവിച്ചേക്കുന്നത്? T0 ആകുമ്പോൾ എന്താണ്? വീൻ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 മൈനസ് VM, അപ്പോൾ മൈനസ് VM എന്ന് വന്നു. ദെൻ T ഈസ് ഈക്വൽ ടു ഇവിടെ വന്നു. T ഈസ് ഈക്വൽ ടു T1ൻ്റെ സമയത്ത് പ്ലസ് VM ആണ്. പ്ലസ് VM മൈനസ് VM 0 വരും. അപ്പോൾ ഈ പോയിന്റ് 0 വരും. ദെൻ മൈനസ് VM, ദെൻ മൈനസ് 2VM, ദെൻ മൈനസ് VM ഇങ്ങനെ വരും. മനസ്സിലായ പറഞ്ഞ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് നെഗറ്റീവ്ലി ക്ലാംപ്ഡ്. അതായത് നെഗറ്റീവിലേക്കാണ് ക്ലാമ്പ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഇക്വേഷൻ, ആ ഒരു കിർച്ചോസ് വോൾട്ടേജ് ലോ വെച്ചുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഇത് എപ്പോഴാണ് ചാർജ് ചെയ്യപ്പെട്ടത്? അതായത് ഇത് P, ഇത് N, P2 പോസിറ്റീവ് N2 നെഗറ്റീവ് ആകുന്ന സമയത്തല്ലേ. അപ്പോൾ ഇങ്ങനെയല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് വൺ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ എന്തുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് വന്നിരിക്കുന്നത്? ഇത് എപ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? P2 പോസിറ്റീവ് N2 നെഗറ്റീവ് ആകുമ്പോഴല്ലേ. അതായത് ഇത് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എൻട്രിങ് കറണ്ട് എവിടെയാണ്? ഇവിടെയാണ്, പോസിറ്റീവ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇക്വേഷൻ, ഫസ്റ്റ് വണ്ണിലെ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ നമ്മൾ പറഞ്ഞേ? മൈനസ്, അതായത് ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് മൈനസ് പ്ലസ് വീൻ മൈനസ് VM മൈനസ് V0 ഈക്വൽ ടു 0. അപ്പോൾ V0 ഈസ് ഈക്വൽ ടു എന്ത് മനസ്സിലായി? നമുക്ക് VM പ്ലസ് വീൻ എന്ന് കിട്ടി. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്. അതായത് 0, അതായത് വീൻ ഈസ് ഈക്വൽ ടു 0, ടൈം ഈസ് ഈക്വൽ ടു 0 ആകുന്ന മൊമെന്റ് എടുക്കുക. ദെൻ T1 ഈസ് ഈക്വൽ ടു എടുക്കുക. ദെൻ T2 ഈസ് ഈക്വൽ ടു എടുക്കുക. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. സോ വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ദ other wave shaping circuits in the next class. So thank you. Stay happy. Bye all.